ചാപ്റ്റർ 4 ദ വേദിക് ഏജ്. വേദകാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ PDF നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് വേദ? വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്, ടു നോ, അറിയുക, അറിവ് എന്നൊക്കെയാണ് അതിനർത്ഥം. നെയിം ദ 4 സെപ്പറേറ്റ് കളക്ഷൻസ് ഓഫ് ദ മന്ത്ര കാറ്റഗറി ഓഫ് ദ വേദിക് ടെക്സ്റ്റ്. അപ്പോൾ ഈ ഇതിലെ 4 എന്താ പറയുക മന്ത്രങ്ങളുടെയൊക്കെ കളക്ഷനായിട്ടുള്ള വേദങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 4 വേദങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. വാട്ട് ആർ ബ്രാഹ്മണാസ്? The Brahmana are prose text containing the expansions of the mantras as well as sacrificial rituals. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ എന്ന് പറയുന്നതാണ് ഒരു പ്രോസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യം എന്നാണ്. പദ്യമല്ല, ഗദ്യം. അതായത് പദ്യത്തിൻ്റെ അതല്ലാതെ നമ്മൾ എഴുതുന്ന വരികളുണ്ടാവുമല്ലോ, അങ്ങനെ അതിൻ്റെ എക്സ്പാൻഷനാണ് ഇതിൻ്റെ ഈ മന്ത്രങ്ങളുടെയൊക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ആ മന്ത്രങ്ങളുടെ എക്സ്പ്ലനേഷൻ ഉള്ളതാണ് ഈ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ശ്രുതീസ്? ഈ ശ്രുതിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദ 4 വേദാസ് ടുഗദർ വിത്ത് ദയർ ബ്രാഹ്മണാസ് ആർ നോൺ ആസ് ശ്രുതീസ്. അപ്പോൾ ഈ ഋഗ്വേദ ഒരു വേദം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ബ്രാഹ്മണാസ് ഉണ്ടായിരിക്കും. അതുപോലെ സാമവേദയുടെയും. അങ്ങനെ ഇതിൻ്റെ എല്ലാ വേദങ്ങളും അതിൻ്റെ ശ്രുതികളും എല്ലാം കൂടി ചേർന്നതാണ് അതിൻ്റെ ബ്രാഹ്മണാസും എല്ലാം കൂടി ചേർന്നാണ് ഈ ശ്രുതി എന്ന് പറയുന്നത്. ദ 4 വേദാസ്, 4 വേദങ്ങളും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ ബ്രാഹ്മണാസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ശ്രുതി. വാട്ട് ആർ കണ്ടെയ്ൻഡ് ഇൻ ദ വേദാന്ത? വേദാന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വേദാന്തം മോദണ്ട എന്ന് പറയുമല്ലോ. അപ്പോൾ അത് വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ ഫിലോസഫിക്കൽ ഡിസ്കഷൻസ്, തത്വശാസ്ത്രപരമായുള്ള തത്വചിന്തകളെ ഡിസ്കസ് ചെയ്യുന്നതാണ് വേദാന്ത എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഏർലി വേദിക് പീരീഡ്? ഏർലി വേദിക് പീരീഡ്, അപ്പോൾ വേദ കാലഘട്ടത്തിന് 2ആയി തിരിച്ചിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡും ലേറ്റർ പിന്നെ ഋഗ്വേദിക് പീരീഡും അങ്ങനെ. അതായത് ഋഗ്വേദ കാലം അതാണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഉത്തരവൈദിക കാലം എന്ന് പറഞ്ഞിട്ട് ലേറ്റർ വേദിക് പീരീഡും ഉണ്ട്. അങ്ങനെ 2 കാലം. അപ്പോൾ അതിലെ ആദ്യത്തെ കാലം എന്ന് പറഞ്ഞാൽ 1500 BC മുതൽ 1000 BC വരെ ഉള്ളതാണ്. പിന്നെ 1000 മുതൽ 600 വരെ ഉള്ളതാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അല്ല, ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കാലഘട്ടമാണ് കേട്ടോ. നെയിം ദ വേദ വിച്ച് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ബൈ ദ യുനെസ്കോ ഇൻ ദ ലിസ്റ്റ് ഓഫ് ദ ലിറ്ററേച്ചർ. അപ്പോൾ ഏത് വേദയാണ് നമ്മുടെ യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ കുറച്ച് നമ്മുടെ പാരമ്പര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുന്ന അതാണ് യുനെസ്കോയിൽ. അപ്പോൾ യുനെസ്കോയിൽ എത്തിയിട്ടുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള ഇതിൽ ചേർത്തിട്ടുള്ളത് ഋഗ്വേദത്തിനെയാണ് അത് ഈ ഒരു യുനെസ്കോയിൽ ഉള്ളത്. നെയിം ദ പ്ലേസ് വേർ ദ ഏർലി വേദിക് ആര്യൻസ് ലിവ്ഡ്. അപ്പോൾ ഏർലി വേദിക് ആര്യൻസ് ലിവ്ഡ് ഇൻ ദ ഏരിയ നോൺ ആസ് സപ്ത സിന്ധു, മീനിങ് ഏരിയ ഓഫ് 7 rivers. ദിസ് ഏരിയ ലാർജ്ലി കവേഴ്സ് ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് സൗത്ത് ഏഷ്യ അപ് ടു റിവർ യമുന. അപ്പോൾ സപ്തസിന്ധു പ്രദേശത്താണ് ആര് ഉള്ളത്? ഏർലി വേദിക് പീരീഡിൽ ആൾക്കാരുണ്ടായിരുന്നത്, ആ വേദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവർ മാറിയിട്ട് എങ്ങോട്ട് മാറി? പിന്നീട് അവർ എന്താ പറയുക, പിന്നെ ആദ്യ കാലഘട്ടത്തിലാണ് ഇവർ ആദ്യത്തെ വേദകാലഘട്ടത്തിൽ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സിന്ധുവും അതിൻ്റെ പോഷക നദികളുടെയും തീരത്താണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ ആദ്യ കാലഘട്ടത്തിൽ ഈ സപ്തസിന്ധു പ്രദേശത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വാട്ട് വാസ് ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ ഏർലി ആര്യൻസ്? അപ്പം ഈ ഒരു കാലഘട്ടത്തിലെ കാറ്റിൽ റയറിങ്, ഈ പാസ്റ്ററലിസം നമ്മൾ പറഞ്ഞിട്ട് മൃഗപരിപാലനം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാറ്റിൽ റയറിങ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഏർലി വേദിക്കിൻ്റെയാണ് ഈ പറയുന്നത് കേട്ടോ. ഏർലി വേദിക് പീരീഡിൽ ഇവർക്കുണ്ടായിരുന്നത് ഈ ഒരു ഇതായിരുന്നു മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത്. ഹാരപ്പൻ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറായിരുന്നു മുഖ്യ തൊഴിൽ. അഗ്രികൾച്ചറിൻ്റെ കൂടെ ഇതുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ വേദിക് പീരീഡിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ മൃഗപരിപാലനമായിരുന്നു അവരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത്. വാട്ട് വാസ് ദ മോസ്റ്റ് ഫേവേർഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്? കൗ വാസ് ദ മോസ്റ്റ് ഫേവേർഡ് മീഡിയം എക്സ്ചേഞ്ച്. അപ്പം ഈ ഇതൊക്കെ എന്താ പറയുക മാറ്റങ്ങൾ. അപ്പോൾ
കൗ വാസ് ദ മോസ്റ്റ് ഫേവേർഡ് മീഡിയം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ പുരോഹിതന്മാർക്കൊക്കെ അവരോട് ചെയ്യുന്നതിന് പകരമായിട്ട് പ്രതിഫലമായിട്ട് കൊടുത്തിരുന്നത് പശുക്കളെയൊക്കെ ആയിരുന്നു, ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വാട്ട് വാസ് ദ മെയിൻ ഒക്കുപ്പേഷൻസ് ഓഫ് ദ ലേറ്റർ വേദിക് ആര്യൻസ്? അപ്പോൾ ലേറ്റർ വേദിക് ആര്യൻസ് ആ ഒരു സമയത്ത് ഈ ആദ്യ കാലഘട്ടം അല്ലാതെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും അഗ്രികൾച്ചറായിട്ട് മാറി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് അവർ ഇരുമ്പൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വെങ്കലം ഒക്കെ ആണ് ഹാരപ്പൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതുപോലെ ചാൽക്കൊൽത്തിക്ക് കോപ്പറും സ്റ്റോണുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വേദിക് കാലഘട്ടത്തിൽ ലേറ്റർ വേദിക് കാലഘട്ടം ആയപ്പോഴേക്കാണ് അവർ ഇരുമ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചും കൂടിയും ഈസി ആയിട്ട് മണ്ണിലൊക്കെ പണിയെടുക്കാൻ സാധിച്ചപ്പോൾ അവർക്ക് എന്ത് പറ്റി, കൃഷിയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിലാണ് എന്നുള്ളത് ഈ അഗ്രികൾച്ചറായിട്ട് മാറിയത്. ആദ്യ കാലഘട്ടത്തിൽ എന്തായിരുന്നു, കാറ്റിൽ റെയറിങ് അല്ലെങ്കിൽ പാസ്റ്ററലിസം എന്ന് പറഞ്ഞു. രണ്ടാമത് ലേറ്റർ വേദിക് പീരീഡിലാണ് അഗ്രികൾച്ചറായിട്ട് മാറിയത്. വാട്ട് വാസ് തില? തില ഫ്രം ദ which the first widely used vegetable food oil was derived increasingly came to be used in rituals in the later Vedic period. തില എന്ന് പറയുന്നത് തില പിന്നെ ഇതാണ് എന്താ പറയുക, എള്ളെണ്ണയ്ക്കാണ് ഈ തില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എണ്ണകൾക്ക് അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. What was the nature of the Rigvedic society? The Rigvedic society was patriarchal in nature. അപ്പോൾ ഈ സൊസൈറ്റി പാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് പ്രാധാന്യം? മാട്രിയാർക്കൽ ആയിരുന്നു ഹാരപ്പൻ സൊസൈറ്റി എന്ന് പറഞ്ഞു. മാതൃദായകമായിരുന്നു. അവിടെ സ്ത്രീകൾക്കായിരുന്നു പ്രാധാന്യം എന്ന് വെച്ചെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കായിരുന്നു പ്രാധാന്യം? പിതാവിന്, അതായത് ആണുങ്ങൾക്കായിരുന്നു, അതായത് പുരുഷന്മാർക്കായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. വാട്ട് വാസ് എ ക്ലാൻ? ക്ലാൻ വാസ് എ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് claiming descent from one common ancestor having certain obligations towards each other. അപ്പോൾ ക്ലാൻ എന്ന് പറയുന്നത് വംശം, ഗോത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ട്രൈബ് ആണ്. പക്ഷേ ഈ ക്ലാൻ ചേർന്നിട്ടാണ് ട്രൈബ് ആവുന്നത്. ക്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരേ രക്തഗ്രൂപ്പിലുള്ള, അപ്പോൾ നമ്മൾ വലിയച്ഛൻ ചെറിയച്ഛൻ മക്കൾ അച്ഛൻ്റെ അങ്ങനെ പറയുമല്ലോ, ഒരേ ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഞങ്ങൾ ബന്ധുക്കളാണ്, അല്ലെ കുടുംബക്കാരാണെന്ന് കുടുംബമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേ വീട്ടുപേരായിരിക്കും. അങ്ങനെ അതേപോലുള്ളതാണ് അവർ. ക്ലാൻ വാസെ ഒരു അച്ഛൻ്റെ ആ ഒരു അതൊന്ന് അങ്ങനെ, അതായത് ഇപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ രണ്ട് മക്കളാണെങ്കിൽ രണ്ട് മക്കൾ, ആ രണ്ട് മക്കളിൽ പിന്നെ ആണുങ്ങൾ, നമുക്ക് ഇപ്പോൾ ആണുങ്ങൾ അങ്ങനെയാണല്ലോ, പുരുഷന്മാരുടെ തലമുറ അങ്ങനെയാണല്ലോ ആ ഒരു ഇതിൽ വരുന്നുള്ളൂ. സ്ത്രീകളെ അവിടെ നിന്ന് കല്യാണം കഴിച്ച് വിടുമ്പോൾ പിന്നെ അവർ വേറെ ഫാമിലിയിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഒരു മുത്തശ്ശനാണെങ്കിൽ ആ മുത്തശ്ശൻ്റെ രണ്ട് ആൺമക്കൾ, അവർക്കുണ്ടാകുന്ന മക്കൾ, അങ്ങനെ ആ ഒരു എത്രയാണോ അപ്പോൾ ഉള്ള വരെയുള്ളതിനെ ക്ലാൻ എന്ന് പറയും. പക്ഷേ ട്രൈബ് എന്ന് പറയുമ്പോൾ ഈ ക്ലാൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്ലാൻസ് ചേർന്നിട്ടുള്ളതാണ് ട്രൈബ് എന്ന് പറയുന്നത്. ട്രൈബ് റെഫേഴ്സ് ടു ദ ഗ്രൂപ്പ്സ് ഹൂസ് യൂണിറ്റി ഈസ് ബേസ്ഡ് ഓൺ എക്സ്റ്റെൻഡഡ് കിങ്ഷിപ്പ് ടൈസ്, ദാറ്റ് ഈസ് ഫാമിലി റിലേഷൻഷിപ്പ് rather than ഓൺ ടെറിട്ടോറിയൽ ഓർഗനൈസേഷൻ. ഈ ക്ലാൻസ് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരേ തലമുറ, എന്താ പറയുക, ഒരു ആൻസസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പിതാമഹന്മാരെന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ആൻസസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിതാവിൽ നിന്നും അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു മക്കളുടെ തലമുറ, ആ തലമുറയാണ് നമ്മൾ ക്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്ത ക്ലാനുകൾ ചേർന്നാണ് ട്രൈബ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇഗാലിറ്റേറിയൻ? ഇഗാലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ എ സൊസൈറ്റി ഇൻ വിച്ച് ഓൾ പീപ്പിൾ ആർ കൺസിഡേർഡ് ഈക്വൽ ഈസ് നോൺ ആസ് ഇഗാലിറ്റേറിയൻ. അപ്പോൾ ഇഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളത്. ആ സൊസൈറ്റിയിൽ അങ്ങനെ വലുത് ചെറുത് അങ്ങനത്തെ ഒരു ഇതില്ലാതെ ഉള്ള അതിനെയാണ് ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്നത്. വാട്ട് വേർ റെക്കമെൻഡഡ് ഫോർ ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ ഇൻ ദ ലാസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ വേദാസ് കോൾഡ് ഉപനിഷത്ത്? എ പാത്ത് ഓഫ് ഗുഡ് കണ്ടക്ട് ആൻഡ് സെൽഫ് സാക്രിഫൈസ് വാസ് റെക്കമെൻഡഡ് ഫോർ ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ ഇൻ ദ ലാസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ വേദാസ്. അപ്പോൾ എന്താണ് ഈ വേദങ്ങളിലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്ത് ഓഫ് ഗുഡ് കോണ്ടാക്ട് ആൻഡ് സെൽഫ് സാക്രിഫൈസ്. നമ്മൾ സെൽഫ് സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം സാക്രിഫൈസ്, ത്യജിക്കുക, ത്യാഗം എന്നൊക്കെ പറയില്ലേ. വാസ് റെക്കമെൻഡഡ് ഫോർ ഹാപ്പിനെസ് ആൻഡ്, അപ്പോൾ അതൊക്കെയാണ് വേറെ സമ്പത്തിനെക്കാട്ടിലും ഒക്കെ നമ്മുടെ നല്ല ഗുഡ് കോണ്ടാക്റ്റ്, നമ്മുടെ ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങളും നമ്മുടെ
നമ്മൾ സ്വയം ഇതായിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്തുക, അതൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് ഇതിലുള്ള ഉപനിഷത്തുകളിൽ വിവരിക്കുന്നത്. വാട്ട് ആർ ദ 2 basic principles of Indian philosophy as contained in the Upanishads? Karma and transmigration of soil, that is rebirth based on past deeds. Indian philosophy as contained in the Upanishad. ഉപനിഷത്തുകളിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, 2 തത്വങ്ങൾ. അപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അതേപോലെ അത് നമ്മൾ അങ്ങനെ നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയില്ലേ, അതാണ് അതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ഉപനിഷത്സ് വേർ ലൈസ് ദ റിയൽ ഹാപ്പിനെസ്. According to the Upanishads, real happiness lies in getting moksha, that is freedom from the cycle of birth and rebirth. അപ്പം മോക്ഷം കിട്ടിയാലാണ് അടുത്തൊരു ജനനം, അല്ലെങ്കിൽ അടുത്തൊരു എന്താ പറയുക അതിന്, അടുത്ത ജന്മം അല്ലേ. അപ്പോൾ അതാണ് ഉപദേശത്തിൽ പറയുന്ന റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്താണ്? മോക്ഷം കിട്ടുന്നതിനാണ് നമ്മൾ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ ദ ടൈം പാട്രിയാർക്കൽ. പാട്രിയാർക്കൽ പറഞ്ഞാൽ സോഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ സുപ്രീമസി ഓഫ് ദ മെയിൽ മെമ്പേഴ്സ്. അപ്പം മെയിൽ മെമ്പേഴ്സിന്, ഒരു ഫാമിലിയിലെ മെയിൽ മെമ്പേഴ്സിന് കൂടുതൽ ഒരു പവർ ഉള്ളതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ എന്ന് പറയുന്നത്. ഡിഫൈൻ ദ ടൈം മോണോഗമി. മോണോഗമി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന രീതിക്കാണ് മോണോഗമി എന്ന് പറയുന്നത്. മോണോഗമി എന്ന് പറയുമ്പോൾ ഒറ്റ വൈഫ്, ഒരു വൈഫ് മാത്രം ഉള്ളതിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. ഡിഫൈൻ ദ ടൈം പോളിഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വൈഫ്സ് ഉള്ളതാണ് പോളിഗമി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഹൂ വാസ് ദ ആര്യൻസ്, വേർ ഡിഡ് ദേ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ അപ്പം കുറച്ച് ഇതല്ലേ, അപ്പോൾ ഞാൻ ഗൈഡിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആര്യന്മാർ വേദകാലഘട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് പറയുന്നത് ആര്യന്മാരെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകുക എന്നുള്ളതാണ് പറയുന്നത്. അത് ആദ്യത്തെയും മാർക്കിനനുസരിച്ച് എഴുതണം. ഈ പേജ് നമ്പർ 31 കുറച്ച് ഇത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, 5 മാർക്കിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്ത് കൊടുക്കണം? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 1000ഓളം വർഷം നീണ്ടുനിന്ന സംസ്കാരമാണ് വേദകാലഘട്ടം. ഇത് ഇന്ത്യയുടെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്നതാണ് വേദകാലം. BC 1500 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തൂടെ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരാണ് ഈ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. മധ്യേഷ്യയിൽ നിന്നുമാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയതെന്ന് വിശ്വസിക്കുന്നു. വേദസാഹിത്യത്തിൽ നിന്നാണ് ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സിന്ധു നദിയുടെ തീരത്താണ് ഇവർ ആദ്യം വാസമുറപ്പിച്ചത്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പതന കാരണങ്ങളിൽ ഒന്ന് എന്താണ്? ആര്യന്മാർ വന്ന് അവർ തോൽപ്പിച്ചതായിരിക്കാം ഈ ഹാരപ്പൻ സംസ്കാരത്തെ, അല്ലെങ്കിൽ അവരുടെ ഇൻവേഷൻ, അവരുടെ ആക്രമണമായിരിക്കാം ഹാരപ്പൻ സംസ്കാരം തകർന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് കുറേ പേര് അതല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടിനും വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ആര്യന്മാർ എന്ന് പറയുന്നത് ശരിക്കും മധ്യേഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ആര്യന്മാരെ കുറച്ചുകൂടി ഹാരപ്പൻ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുള്ളതെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആര്യന്മാരാണ് 1000ഓളം വർഷം നീണ്ടു നിന്നിട്ടുള്ളൊരു സംസ്കാരമാണ്. അത് ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള സംസ്കാരമാണ് ഈ വേദകാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ കാലഘട്ടം എന്ന് പറയുന്നത് 1000 BC മുതൽ 1500 BC മുതൽ 600 BC വരെയാണ്. അതിൽ 1500 മുതൽ 1000 വരെ എന്തായിരുന്നു? ആദ്യത്തെ വേദകാലഘട്ടവും പിന്നെ 1000 മുതൽ 600 വരെ രണ്ടാമത്തെ ലേറ്റർ വേദിക് കാലഘട്ടവുമാണ്. അതിൽ ഇനി ആര്യന്മാരെക്കുറിച്ച് എഴുതുമ്പോൾ BC 1500 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പർവ്വത നിരകൾ കടന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആര്യന്മാരാണ് വൈദിക സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ. പല കാലങ്ങളിൽ പല സംഘങ്ങളായാണ് ആര്യന്മാർ ഇന്ത്യയിലെത്തിയത്. സപ്തനദികളുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്താണ് അവർ ആദ്യം വാസമുറപ്പിച്ചത്. വേദസാഹിത്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ള വേദങ്ങളിൽ നിന്നും അതിൻ്റെ ബ്രാഹ്മണാസിൽ നിന്നും ഒക്കെ ആരണ്യകങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെയാണ് നമുക്ക് എന്തൊക്കെ അറിയുന്നത്, ഇവരെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ 5 മാർക്കിനൊക്കെ ആണെങ്കിൽ പിന്നെ അടുത്തൊക്കെ എഴുതാം. ആര്യൻ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ, മെൻഷൻ ദ പ്രോമിനൻറ്റ് മാർക്കേഴ്സ് ഓഫ് ആര്യൻ കൾച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആര്യൻ സംസ്കാരത്തിൻ്റെ തെളിവുകൾ, ചക്രങ്ങൾ, തീക്കുമ്പാരങ്ങൾ, ശവസംസ്കാരം ചെയ്ത സ്ഥലങ്ങൾ, ഇതൊന്നൊക്കെ നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയായിരുന്നു? ഈ ഒരു കാലഘട്ടത്തിലെ വിവാഹ രീതികൾ എന്ന് പറഞ്ഞാൽ ഏകഭാര്യത്വം, ബഹുഭാര്യത്വം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മോണിഗമി, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പോളിഗമിയും മോണോഗമിയും.
പിന്നെ വേദങ്ങളെക്കുറിച്ചിട്ട് അത് ഇതിലടുത്ത് ഇത് ഇത്രയൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇതും ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഗൈഡ് നോക്കി പഠിച്ചാൽ മതി, മലയാളത്തിലല്ലേ എഴുതുന്നത് അതുകൊണ്ട്. പിന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇൻഡിക്കേറ്റ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഓഫ് ദ ഏർലി വേദിക് പീപ്പിൾ. അപ്പോൾ അത് സപ്തസിന്ധു പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ ദ 7 റിവേഴ്സ് ഇൻക്ലൂഡ് സിന്ധു, അതായത് ഇത് പഴയ പേരുകളാണ്. വിദാസ്ത, പിന്നെന്താണ് പുരുഷ്ണി, വിഭാഷ്, പിന്നെന്തായിരുന്നു അത് ശുന്ദ്രി, ശരവസ്തി, അങ്ങനെ അതൊക്കെ. അതായത് ഈ ചലം, രവി, ബിയാസ്, സത്ലജ് അതൊക്കെയാണ് ഈ സിന്ധു നദിയുടെ പോഷക നദികൾ. നമ്മൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പഴയ പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു തീരത്ത്, ഇത് ഈ സപ്തസിന്ധു പ്രദേശം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെയും പോഷക നദികളെയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ഇവർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഡിസ്ക്രൈബ് ദ മെയിൻ കൾച്ചറൽ ട്രൈറ്റ്സ് ഓഫ് ദ ആര്യൻസ്. ഇനി മെയിൻ കൾച്ചറൽ ട്രൈറ്റ്സ്, സാംസ്കാരികപരമായിട്ടുള്ള അവരുടെ നേട്ടങ്ങൾ. അങ്ങനെ നിങ്ങളുടെ നമുക്കതിൽ കൊടുത്തിട്ടില്ല സാമൂഹ്യ ജീവിതം. അപ്പോൾ ഇതിൽ കൊടുക്കുന്നത് ഒറിജിനലി ദ ആര്യൻസ് സീം ടു ഹാവ് ലിവ്ഡ് സംവെയർ ഇൻ ദ സ്റ്റെപ്പേഴ്സ് സ്ട്രെച്ചിങ് ഫ്രം സൗത്തേൺ റഷ്യ ടു സെൻട്രൽ ഏഷ്യ. ഫ്രം ഹിയർ എ ഗ്രൂപ്പ് ഓഫ് ദം മൈഗ്രേറ്റഡ് ടു, അത് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മധ്യ നിന്നും ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് വന്നു എല്ലാവരും കൂടി ഒന്നിച്ചിട്ടല്ല, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കുടിയേറി പാർത്തവരാണ് ഇവർ എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ്സ് നോൺ ആസ് situated in southern Siberia. The culture flourished in the 2nd millennium BC. From here, people moved to north of Hindu Kush, the area known as Bactria, again archaeological complex, and from here they entered India. അപ്പോൾ അവർ വന്നിട്ടുള്ളത് ഹിന്ദുക്കുഷ് മലനിരകളിലൂടെ അവർ മധ്യേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്തി എന്നുള്ളതൊക്കെയാണ് അവർ അതിൽ പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഇൻ ദ എക്കണോമിക് പാറ്റേൺ ഓഫ് ദ ആര്യൻസ് ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്. എന്തൊക്കെ എക്കണോമിക് ഇതിൽ ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിലപ്പോൾ ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും അഗ്രികൾച്ചർ ആയി എന്തായി മാറി, ബിക്കം ദ മെയിൻ ഓഫ് ദ വേദിക് പീപ്പിൾ. വേദിക് പീപ്പിളിൻ്റെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ലേറ്റർ വേദിക് പീരീഡിൽ അഗ്രികൾച്ചറായിട്ട് മാറി. മെനി റിച്വൽസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ. പിന്നെ അതുപോലെ കുറേ മതപരമായിട്ടുള്ള റിച്വൽസ്, യാഗം, അങ്ങനെ ഇങ്ങനെ മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഇതിൽ വന്നു. പ്ലോയിങ് വിത്ത് യോക്സ് ഓഫ് 6 or 8 became prevalent. The buffalo had been domesticated for the agricultural കുറേ ഇതിൽ തെറ്റാണ്, പ്രൊപ്പോസസ് ലാൻഡ്. അപ്പോൾ ഇതിൽ കാളകളെ വെച്ചിട്ടും അങ്ങനെ കലപ്പ വെച്ചിട്ട്, അതായത് ഈ നമ്മളിപ്പോൾ പൂട്ടുന്ന ആ രീതി ഉണ്ടല്ലോ, അതേപോലെ അവർ എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചറിൽ അവർ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കലപ്പകളിലേക്ക് നമ്മൾ ഹരപ്പൻ കൾച്ചറിൽ തന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ എന്താണ്, ഇന്ദ്രനെ അവരെന്താണ് ലോർഡ് ഓഫ് പ്ലോ, ഉഴവുകളുടെ ദേവനായിട്ട് ദേവനായിട്ട് ആരെ കരുതിയിട്ടുണ്ടായിരുന്നു, ഇന്ദ്രനെ കരുതിയിട്ടുണ്ടായിരുന്നു. While people now cultivated wheat, rice, pulses, lentils, millet, sugar cane, etc. ഇതൊക്കെ കരിമ്പും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന വീറ്റ്, റൈസ് അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതപ്പോൾ എടുക്കാം. അതെല്ലാം അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. Thus, with the beginning of food production, agricultural produce began to be offered in the rituals. Tila, from which the first widely used vegetable food oil was derived increasingly, came to be used in rituals. The people of the later Vedic period began using iron instead of copper or bronze. അപ്പോൾ കോപ്പറിനും ബ്രോൺസിനും പകരം അവർ അയൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ലേറ്റർ വേദിക് പീരീഡിലാണ്. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചിട്ട് പറയുന്നത് ഇത് ഏർലി വേദിക് പീരീഡാണ്. നിങ്ങളുടെ പേജ് നമ്പർ 39 കേട്ടോ.
അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അതിലാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരവേദിക കാലഘട്ടം അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ് 1000 മുതൽ 600 BC, അത് ആദ്യം എഴുതുക. 1000 മുതൽ 600 BC വരെയാണ് പിന്നെ ഉത്തരവേദിക കാലം. ഇക്കാലത്ത് സമൂഹത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, മതപരമായ മേഖലകളിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി. ആര്യന്മാരുടെ വ്യാപനം നടക്കുന്നതും ഇക്കാലത്താണ്. ഈ കാലഘട്ടത്തിൽ ഗോത്ര സമൂഹം സിന്ധു നദിയുടെ തീരത്തു നിന്ന് ഗംഗ, യമുന തടങ്ങളിലേക്ക് നീങ്ങി. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയേണ്ടത്, ലേറ്റർ വേദിക് പീരീഡിൽ രണ്ടാമത്തെ കാലഘട്ടമായപ്പോഴേക്കും അവർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് എങ്ങോട്ടായിട്ട് മാറി? ഗംഗ, യമുന തടങ്ങളിലേക്ക് മാറി. ഗംഗ, യമുന ഡോബ് എന്നാണ് കാണുക, DOAB. ഈ കിഴക്കോട്ടുള്ള വ്യാപനത്തെ തുടർന്ന് അവരുടെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക രാഷ്ട്രഘടനയിലും മാറ്റങ്ങൾ വന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം ആയപ്പോഴേക്കും എന്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും സാമൂഹികം, രാഷ്ട്രീയം ഒക്കെ, സമ്പദ് വ്യവസ്ഥ, ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തിക ജീവിതത്തിൽ വന്നത്, ഉത്തരവൈദിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇരുമ്പിൻ്റേതായിരുന്നു. ഇരുമ്പ് കണ്ടുപിടിച്ചതോടെ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച്, ഈ ലേറ്റർ വേദിക് പീരീഡിൽ എന്താണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ? ഇരുമ്പ് കണ്ടുപിടിച്ചതോടെ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാതടത്തിലെ വനങ്ങൾ വെട്ടി വെളുപ്പിച്ച് കൃഷിക്ക് യോഗ്യമാക്കി. ഇരുമ്പിൻ്റെ ഉപയോഗവും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും അവരുടെ മുഖ്യ തൊഴിൽ കൃഷിയാക്കി തീർത്തു. പിന്നെ അവർ ചെയ്തിരുന്നത് ബാർലി, നെല്ല്, തിന, കരിമ്പ്, എള്ള് ഒക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഹാരപ്പൻ കൾച്ചറിൽ നമ്മൾ പറഞ്ഞു, അഗ്രികൾച്ചറിൻ്റെ കൂടെ അവർ പാസ്റ്ററലിസം അവർ സൈഡായിട്ട് കൊണ്ടുവന്നു എന്ന് പറയും പോലെ, ഇവിടെ അവർ അതേപോലെ തന്നെ കാലി വളർത്തൽ രണ്ടാമത്തെ കാലഘട്ടത്തിൽ. ആദ്യത്തേതിൽ അവരുടെ മുഖ്യ തൊഴിൽ ഏതിലായിരുന്നു? ഫസ്റ്റ് ഇതിൽ ഏർലി വേദിക് പീരീഡിൽ അവരുടെ കാറ്റിൽ റയറിങ് അല്ലെങ്കിൽ പാസ്റ്ററലിസം ആയിരുന്നു അവരുടെ മുഖ്യ തൊഴിലുണ്ടായിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും അവർക്ക് അഗ്രികൾച്ചർ മുഖ്യ തൊഴിലും അതിൻ്റെ കൂടെ അവർ കാറ്റിൽ റയറിങ്ങും അവരതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൈത്തൊഴിലുകളും ഉണ്ടായിരുന്നു. നെയ്ത്ത്, ആശാരിപ്പണി, തുകൽപ്പണി, ആഭരണ നിർമ്മാണം, മൺപാത്ര നിർമ്മാണം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോട്ടറി മേക്കിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ എന്താ പറയുക, 4 തരത്തിലുള്ള മൺപാത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചുവപ്പ് നിറം, കറുപ്പും ചുവപ്പും, കറുപ്പ് നിറം മാത്രമുള്ളത് ചിത്രപ്പണിയുള്ള ചാരനിറത്തിലുള്ളത്, അത് PGW, പെയിൻറ്റഡ് ഗ്രേ വെയർ എന്ന് പറയുന്നത്, ചിത്രപ്പണിയുള്ള ചാരനിറമുള്ളവ. വ്യാപാരത്തെയും വ്യവസായത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അഥർവവേദത്തിലുണ്ട്. അത്രയും മതി. സാമൂഹ്യ ജീവിതം. ഇനി പിന്നെ അത് പറയുന്നത്, ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു. കൂടാതെ ആനയെയും കുതിരയും ചരക്ക് കടത്താൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നതിൽ പറയുന്നുണ്ട്. പിന്നെ സാമൂഹ്യ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പറഞ്ഞാൽ, ജാതി വ്യവസ്ഥ വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ ഉയർന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ലേറ്റർ വേദിക് പീരീഡിലാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ ഫോർ കാസ്റ്റ് സിസ്റ്റമാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറഞ്ഞിട്ട് 4 ജാതികളായിട്ട് 4 ഇതായിട്ട് വന്നു. ബ്രാഹ്മണർ പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനമുള്ളവരെ, പിന്നെ അവരാണ് വേദങ്ങളൊക്കെ പഠിപ്പിക്കുക, യാഗങ്ങൾ നടത്തുക ഒക്കെ ചെയ്യുന്നത്. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ 2ാമത്തെ സ്ഥാനമാണ്. അവർ ഇത് പേജ് നമ്പർ 40 കേട്ടോ. യോദ്ധാക്കളായിരുന്നു, അതായത് ഈ ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ സൈന്യത്തിലൊക്കെ അവരാണ് ഉണ്ടായിരുന്നത്. വൈശ്യർ പറഞ്ഞാൽ അവർ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. ശൂദ്രർ പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും സേവിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഏറ്റവും താഴ്ന്ന ഇതിലാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ 3 വിഭാഗത്തിന് മാത്രമേ ഉപനയനത്തിനും സേവന പഠനത്തിനും ഒക്കെ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പിന്നെ രാഷ്ട്രീയപരമായ മാറ്റം പറഞ്ഞാൽ, ആദ്യത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അധികാരമൊന്നും രാജാവിനുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് കാലമായപ്പോഴേക്കും എന്താണ്, രാജാവിന് കുറച്ചും കൂടിയൊക്കെ അധികാരങ്ങൾ കിട്ടാൻ തുടങ്ങി. അദ്ദേഹം കുറച്ചും കൂടിയും പിന്നെ വലിയ ജനതയുടെ അധികാരത്തിലും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്ത് രാജാവ്. പിന്നെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിലും, സ്ത്രീകൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നല്ല കുറച്ചുകൂടിയൊക്കെ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം ആണെങ്കിലും സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ബഹുമാനം സൊസൈറ്റിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം ഇതാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്രയാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ലേറ്റർ വേദിക് പീരീഡും ഇതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അത് ആദ്യത്തെ കാലഘട്ടത്തിൽ എല്ലാം ഇതായിരുന്നു, അതിന് നേരെ ഓപ്പോസിറ്റാണ് അടുത്ത കാലഘട്ടം ആയപ്പോഴേക്കും വന്നത്. അതേപോലെ നിങ്ങൾക്ക് ഉപകരണങ്ങളുടെ കാര്യം എഴുതാം. ആദ്യത്തെ എന്താ പറയുക, ഏർലി വേദിക് പീരീഡിൽ എന്താണ്, അവർ കോപ്പറും ബ്രോൺസും ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലാണ് അവർക്ക് ഇരുമ്പ്, അയണിൻ്റെ അവർക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൗ ഡിഡ് ദ നോളേജ് ഓഫ് അയൺ ടെക്നോളജി ഹെൽപ്പ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ? അത് നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി അവർക്ക് എത്ര വലിയ സ്ഥലങ്ങൾ കാട് വെട്ടി തെളിക്കാനും അതുപോലെ നല്ല രീതിയിൽ മണ്ണ് ഇളക്കി മറിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കൃഷിയിൽ
കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും അത് കൂടുതൽ കൃഷി വിളവ് ലഭിക്കാനും ഒക്കെ സാധിച്ചു. അതാണ് അതിലുണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഡിസബിലിറ്റീസ് വെർ ഇമ്പോസ്ഡ് ഓൺ വുമൺ ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സമയമായപ്പോഴേക്കും എന്താണ് മറ്റ് ആദ്യ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് സ്ത്രീകൾക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു താഴ്ന്ന സ്ഥാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം എന്താ പറയുക, ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ പബ്ലിക് മീറ്റിംഗ് വാസ് റെസ്ട്രിക്റ്റഡ്. ഈ പബ്ലിക്കായിട്ടുള്ള ഇതിലൊന്നും പോയി പങ്കെടുക്കാനുള്ള അവകാശമൊന്നും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെല്ലാം സഹിച്ച് എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഇരിക്കണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൗ ഡിഡ് ദ ബ്രാഹ്മണാസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണാസ് എന്ന് പറയുന്നതിലാണ് ബ്രാഹ്മണാസിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ വേദങ്ങളെക്കുറിച്ചുള്ള എക്സ്പാൻഷൻ. മറ്റേ വേദങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ആ വേദങ്ങൾ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ മുഴുവനും വിശദീകരിച്ചിരിക്കുന്ന ഇതിലാണ് ബ്രാഹ്മണാസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്ര ആയിട്ടുള്ളത്. പിന്നെ ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, അവർ കുറേ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. അഗ്രികൾച്ചറിൻ്റെയൊക്കെ വിവിധ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ വിളവെടുക്കുമ്പോൾ അതിനൊരു പൂജയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിലായി ബ്രാഹ്മണാസിലാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ദ പോപ്പുലർ അസംബ്ലീസ് ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്. സഭാസമിതി, വിധാത, ഗണ, ഇതാണ് ഇവരെ പോപ്പുലർ അസംബ്ലി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഗോത്രം, ഗണം അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പോപ്പുലർ അസംബ്ലീസ് എന്ന് പറഞ്ഞാൽ ജനകീയ സമിതി, അതാണ് ഈ പോപ്പുലർ അസംബ്ലീസ് എന്ന് പറയുന്നത്. സമിതി ഋഗ്വേദത്തിൽ വിധാത, സഭ, സമിതി, ഗണ ഇതൊക്കെയായിരുന്നു. സഭ ആൻഡ് സമിതി വേർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസംബ്ലീസ്. അപ്പോൾ ഈ സഭയും സമിതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംബ്ലീസ്, സമിതികൾ എന്ന് പറയുന്നത്. ഇൻ ദീസ് അസംബ്ലീസ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് വേർ ഡിസ്കസ്ഡ് ഇൻ ദീസ് അസംബ്ലീസ്. ദേ മേ ഇൻക്ലൂഡ് വാർസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ spoils of wars, judicial and religious activities, etc. Thus, these assemblies in a way limited the power of the women were also allowed to participate in the deliberations of the Sabha and Samiti. അപ്പോൾ സഭയും സമിതിയും ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിലാണ് അവരുടെ സഭ ആൻഡ് സമിതി വേർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസംബ്ലീസ്. ഇൻ ദീസ് അസംബ്ലീസ് വേർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഈ ഒരു ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഇതിലാണ്. ദേ മേ ഇൻക്ലൂഡ് വാർസ്, യുദ്ധങ്ങളായാലും ജുഡീഷ്യൽ, നീതി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത് ഇതിലായതുകൊണ്ടാണ് ഈ ഒരു അസംബ്ലി എന്ന് പറയുന്നത് ഇത്ര പ്രധാനപ്പെട്ടതായത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് സഭയും സമിതിയിലും ആണ് ഏതിലും വുമൻസിന് പോലും വുമൺ വേർ ആൾസോ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെലിബറേഷൻസ് ഓഫ് ദ സഭ ആൻഡ് സമിതി. ഈ സഭയും സമിതിയിലും പങ്കെടുക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ഈ അന്നത്തെ കാലത്തെ സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഡിസ്ക്രൈബ് ദ 2 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ വേദിക് ടെക്സ്റ്റ്. വേദിക് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് terms of literature as well as social and cultural evolution. The Rig Veda, which is the oldest Vedic text, reflects the stage of social and cultural development, whereas the other 3 Vedas reflect another stage. അപ്പോൾ ഋഗ്വേദ എന്ന് പറയുന്നത് ആണ് ഏറ്റവും പഴയ ഇത്, എന്താ പറയുക, ഋഗ്വേദ എന്ന് പറയുന്ന 1028 സൂക്തങ്ങളുള്ളതാണ്. അതിൽ സംസ്കൃത ഭാഷയേക്കാൾ, ഋഗ്വേദത്തിൻ്റെ ഭാഷ പറയുന്ന സംസ്കൃത ഭാഷയേക്കാൾ ഒരു പഴയൊരു ഭാഷയാണ്. പിന്നെ അതുപോലെ മൊത്തം അതിൽ 10462 സ്തോത്രങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു ഋഗ്വേദയിൽ പറയുന്നത് ഓൾഡസ്റ്റ് വേദിക് ടെക്സ്റ്റ് റിഫ്ലെക്ട്സ് വൺ സ്റ്റേജ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. സാമൂഹികപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ പറയുന്നത് ഈ ഒരു ഇതിലാണ്. എന്താ പറയുക, വേദിക് എന്താ പറയുക, ഋഗ്വേദയിലാണ് പറയുന്നത്. The first stage known as Rigvedic period or early Vedic and later stage is known as the later Vedic period. അപ്പോൾ ആ ഫസ്റ്റ് ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് അത് എന്താണ്,
ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഏർലി വേദിക് പീരീഡാണ്. പിന്നെ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായിട്ടുള്ള കാലമാണ്. ദ ഏജ് ഓഫ് ദ ഏർലി വേദിക് പീരീഡ് കറസ്പോണ്ട്സ് വിത്ത് ദ ഡേറ്റ് ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഋഗ്വേദിക് ഹൈംസ്. ഹൈമൻസ് എഴുതിയിട്ടുള്ള ആ ഒരു കാലഘട്ടം ഏർലി വേദിക് പീരീഡിലാണ് ഋഗ്വേദ എഴുതിയിട്ടുള്ള കാലഘട്ടം. അതിന് ശേഷമാണ് മറ്റ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്. ദിസ് ഡേറ്റ് ഹാസ് ബീൻ ഫിക്സഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 1000 BC. ദ ലേറ്റർ വേദിക് പീരീഡ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 1000 BC to 600 BC. Recently, the Rigveda has been included by the UNESCO in the list of literature signifying World Human Heritage. അപ്പം നമ്മൾ പറഞ്ഞതാണ് യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഋഗ്വേദയാണ്. ഋഗ്വേദയിൽ എന്താണ് ആദ്യത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ളതാണ് ഋഗ്വേദയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള വേദങ്ങളിലൊക്കെ മറ്റുള്ള കാലഘട്ടം, അതായത് ലേറ്റർ വേദിക് പീരീഡ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാട്ട് വർ ദ മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദ ഏർലി വേദിക് പീപ്പിൾ? ഏർലി വേദിക് പീപ്പിളിൽ നമ്മൾ പറഞ്ഞു കാറ്റിൽ റെയറിങ് വാസ് ദെയർ മെയിൻ ഓക്കുപ്പേഷൻ. ദേ റെയർഡ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ഹോഴ്സസ് ഫോർ പർപ്പസസ് ഓഫ് മിൽക്ക്. അപ്പോൾ അവർ എന്തൊക്കെ വളർത്തിയിരുന്നു? പശുക്കളായാലും പിന്നെ ഷീപ്പ് എന്തായിരുന്നു, ചെമ്മരിയാടുകൾ, പിന്നെ സാധാ ആടുകൾ, കുതിരകൾ ഒക്കെ ഉണ്ടായിരുന്നു. We arrive at this conclusion after analyzing the literary evidence in the Rigveda. A large number of words are derived from the word go meaning cow. അപ്പോൾ ഗോ മീനിങ് കൗ, കൗ എന്നുള്ള ആ ഒരു നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ദാനം ചെയ്തിരുന്നതൊക്കെ ഈ പശുക്കളെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതേപോലെ എ വെൽത്തി പേഴ്സൺ വാസ് നോൺ ആസ് ഗോമത് ആൻഡ് ദ ഡോട്ടർ കാൾഡ് Duhitri, which means one who milks the cow. The word gave Shana literally means the search for cows, but it also means battle since any battles were fought over cattle. The cows were thought of as providers of everything. അതായത് നമ്മൾ പശുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അതാണ് പശുക്കളൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ധനമായിട്ട് കരുതിയിരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ പോലും എന്താണ് അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടടക്കം യുദ്ധങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണത്. പ്രേയേഴ്സ് വെർ ഓഫേർഡ് ഫോർ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കാറ്റിൽ. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരുടെ കന്നുകാലികളുടെ എണ്ണം കൂടാൻ വേണ്ടിയിട്ട്. ആൾ ദീസ് ഷോസ് ദാറ്റ് കാറ്റിൽ ബ്രീഡിംഗ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ദ ഋഗ്വേദിക് ആര്യൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്കതൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണ് ഒരു സമയത്ത് കാറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹൗ ഡിഡ് ദ എക്സ്പെൻസീവ് ഓഫ് എക്കണോമിക് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഡ്യൂറിംഗ് ദ ലേറ്റർ വേദിക് പീരീഡ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ നോക്കുക, എക്കോണമി അതിലൊരു വേർഡുണ്ട്, ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ, പിന്നെ ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് എഴുതുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ലേറ്റർ വേദിക് പീരീഡിൽ അഗ്രികൾച്ചറിലേക്ക് അവർ തിരിഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് അവരതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി എന്താണ്, മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കാടുകളൊക്കെ വെട്ടി തെളിക്കാനും ഭൂമിയിൽ ആഴത്തിലുള്ള കുഴികൾ എടുക്കാനും എല്ലാം സാധിച്ചു. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള കൃഷി വിളവുകൾ ഇറക്കാൻ സാധിച്ചു. അങ്ങനെയൊക്കെ എഴുതുക. There has been a continuous increase in the population during the later Vedic period due to the expansion of the economy based on agriculture. അപ്പോൾ പിന്നെ ഈ അഗ്രികൾച്ചർ ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഉപാധിയായി മാറിയതിന് ശേഷം പിന്നെ എന്താണ്, ഈ പോപ്പുലേഷനിൽ നല്ല മാറ്റം ഉണ്ടായി, ഉയർന്ന മാറ്റം ഉണ്ടായി. ദ ഇൻക്രീസിങ് നമ്പർ ആൻഡ് സൈസ് ഓഫ് പെയിൻറ്റഡ് ഗ്രേ വെയർ, അതായത് നമ്മൾ പറഞ്ഞില്ലേ മൺപാത്ര നിർമ്മാണം, സെറ്റിൽമെൻറ്റ്സ് ഇൻ ദ ഡോബ് ആർ ഷോ ദിസ്. അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ നിർമ്മാണം കൂടിയതും എന്താണ്, ഇത് ഈ ഒരു ഇതുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ വേദിക് പീപ്പിൾ ആൾസോ അക്വയർഡ് ബെറ്റർ നോളജ് ഓഫ് സീസൺ, മാനുറിങ് ആൻഡ് ഇറിഗേഷൻ. All these developments resulted in the substantial enlargement of certain settlements such as Hastinapuram and Kaushubi. എന്താണ് ഇപ്പം അതിൻ്റെ പേര്? കൗസുബി എന്നാണ്. കൗസുബി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ഹസ്തിനപുരം കൗസുബി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റ്സ് പിന്നീട് അവർക്ക് ഈ ഒരു വളമിടുന്നതിൻ്റെയും അതുപോലെ ജലസേചനത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കൂടുതൽ അറിവുകൾ, ബെറ്റർ നോളജൊക്കെ ഈ ഒരു സമയത്ത് ലേറ്റർ വേദിക് പീരീഡിൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഈ അഗ്രികൾച്ചർ ഇതായി മാറിയത്.
എന്താ മെയിൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടാനും അഗ്രികൾച്ചർ മെയിൻ തൊഴിലായിട്ട് മാറാനും ഒക്കെ സാധിച്ചത്. ദീസ് സെറ്റിൽമെൻറ്റ്സ് slowly began to acquire characteristics of towns. Such rudimentary towns inhabited mainly by the chiefs, priests and artisans were supported by the peasants who could spare for them some part of their produce voluntarily or involuntarily. പിന്നെ അത് എന്തിലേക്കായി മാറി? അത് ആദ്യം റൂറൽ ഏരിയ, ഇവർക്കൊരു റൂറൽ കൾച്ചർ ഉണ്ടായിരുന്നത്. മറ്റേ ഹാരപ്പയ്ക്ക് അർബൺ ആയിരുന്നു, അർബൻ പറഞ്ഞ നഗരമായിരുന്നു, ഇവർക്ക് റൂറൽ ഗ്രാമപ്രദേശമാണ്. പിന്നീട് ഇവർക്ക് സിറ്റികളൊക്കെ വളർന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൗണും അങ്ങനെയൊക്കെ ആയി മാറാൻ എങ്ങനെ സാധിച്ചു? ഈ ഒരു അഗ്രികൾച്ചറിൻ്റെയൊക്കെ വികസനവും അതുപോലെ പിന്നെ ഒരുപാട് കരകൗശല വസ്തു, അതായത് ഈ നെയ്ത്തുകാരും പിന്നെ മൺപാത്ര നിർമ്മാണം അങ്ങനെയുള്ള കുറേ നമ്മൾ പറഞ്ഞല്ലോ കുറേ തൊഴിലുകൾ പിന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. Though the early Vedic society was egalitarian one, certain difference did exist during the period explained. അപ്പോൾ ഏർലി വേദിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നാന്നുള്ളൊരു വിശ്വാസമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇഗാലിറ്റേറിയൻ നമ്മൾ പറഞ്ഞു. The Rigvedic society was a simple and largely an egalitarian society. There was no caste division. Occupation was not based on birth. Members of a family could adopt different occupations. അപ്പോൾ നമ്മൾ ഈ ഒരു ആദ്യ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല, എല്ലാവരും ഒന്നാന്നുള്ളൊരു ചിന്തയായിരുന്നു. ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെയുള്ള ജോലി സിസ്റ്റം ഉണ്ടായിരുന്നില്ല, വേറെയുള്ള ജോലിയായിരുന്നു. അല്ലാണ്ട് ഒരു വീട്ടിൽ ഇപ്പോൾ പിന്നീട് എന്തായി മാറി, ഒരു കുടുംബത്തിനൊരു തൊഴിൽ, നെയ്ത്തുകാരാണെങ്കിൽ അങ്ങനെ അച്ഛൻ നെയ്ത്തുകാരനാണെങ്കിൽ മകനും നെയ്ത്തുകാരൻ എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷേ ഏർലി വേദിക് പീരീഡിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ ഡിഫറെൻറ്റ് ഒക്കുപ്പേഷൻസ് ഒരു വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വർണ്ണ ഓർ കളർ വാസ് ദ ബേസിക് ഓഫ് ഇനീഷ്യൽ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ വേദിക് ആൻഡ് നോൺ വേദിക് പീപ്പിൾ. ദ വേദിക് പീപ്പിൾ വെർ fair, whereas the non-Vedic indigenous people were dark in complexion and spoke a different language. അപ്പം ആദ്യമുള്ളൊരു വ്യത്യാസം പറഞ്ഞാൽ വേദിക്കും നോൺ വേദിക്കും പീപ്പിൾസ് തമ്മിലുള്ള വ്യത്യാസമാണ്. വേദിക് എന്ന് പറയുമ്പോൾ ആര്യന്മാർ വെളുത്തിട്ടായിരുന്നു, മറ്റൊരു ബ്ലാക്ക് കളറാണ്. പിന്നെ അതുപോലെ ലാംഗ്വേജിലുള്ള വ്യത്യാസം, അത്രയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ആ ആര്യന്മാരുടെ ഇടയിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. Thus the Rigveda mentions Arya Varna and Dasa Varna. Here Dasa has been used in the sense of a group different from the Rigvedic people. Later Dasa came to mean slave. Besides certain practices during this period, such as concentrations of larger share of the war booty in the hands of the chiefs and priests, resulted the creation of some inequalities within the tribe during the later part of this Vedic phase. അപ്പോൾ ഇതിൽ ദാസ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്ന ദാസാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇവർ പിന്നെന്തായി മാറി, ഈ നമ്മൾ ഈ ദാസന്മാർ അല്ലെങ്കിൽ ദാസികൾ എന്നൊക്കെ പറയില്ല, അതേപോലെ പിന്നീട് അവർക്ക് അവരുടെ ഇതിൽ മാറ്റം വരിക ചെയ്തത്. എന്ത് certain practice during the period such as concerning larger state of war body in the hands of the creation of some inequalities within a tribe during the later part of this Vedic phase. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ദാസ എന്ന് കണക്കാക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഇനീക്വാലിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത്. വാട്ട് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ മെയിൻ ഒക്കുപ്പേഷൻസ് ഓഫ് ദ ലേറ്റർ വേദിക് പീരീഡ് എക്സ്പ്ലെയിൻ ഇൻ എ ബ്രീഫ്. ഇതൊക്കെ നമ്മൾ പിന്നെയും നോക്കിയതാണ്. ലേറ്റർ വേദിക് പീരീഡ്, ഏർലി വേദിക് പീരീഡിൽ അഗ്രികൾച്ചർ ആയിരുന്നു, അപ്പോൾ അത് ആദ്യം എഴുതുക. ഏർലി വേദിക് പീരീഡിൽ എന്തായിരുന്നു, കാറ്റിൽ റെയറിങ് ആണ് അല്ലെങ്കിൽ പാസ്റ്ററലിസം ആയിരുന്നു. ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും എന്തായി മാറി, ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി അഗ്രികൾച്ചറിലേക്കായി മാറി. അതേപോലെ തന്നെ പിന്നെ മൺപാത്ര നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ എഴുതേണ്ടത്. അതിൽ കൊടുത്തിട്ടുണ്ട്. ബഫല്ലോ ഹാഡ് ബീൻ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ദ അഗ്രികൾച്ചർ പർപ്പസസ്. അപ്പോൾ ബഫലോസിനൊക്കെ എന്തിനു വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നുണ്ടായിരുന്നു. അതായത് തൊഴിൽ മൃഗപരിപാലനം പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. മുഖ്യ തൊഴിൽ അഗ്രികൾച്ചർ ആയിരുന്നെങ്കിലും അതിൻ്റെ കൂടെ മൃഗപരിപാലനം ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് വളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ. പിന്നെ ഇന്ദ്രനെയാണ് അവർ ഇരുന്നത്. അങ്ങനെയൊക്കെ ആണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ റിലീജിയസ് കൺസേൺസ്, അത് നിങ്ങളുടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മതപരമായ
പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചിരുന്നത്. കാറ്റ്, വെള്ളം, മഴ, ഇടി, തീ എന്നീ പ്രകൃതി ശക്തികളെയാണ് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. പേജ് നമ്പർ 37 ഋഗ്വേദ കാലത്തെ ദൈവങ്ങൾ മുഖ്യമായും പുരുഷ രൂപത്തിലുണ്ടായിരുന്നു. പ്രധാന ദൈവം ഇന്ദ്രൻ, മഴ, ഇടിയുടെ ദേവനായിട്ടുള്ള ഇന്ദ്രനായിരുന്നു. രണ്ടാമത്തെ അഗ്നിയും മൂന്നാമത്തെ വരുണനുമായിരുന്നു. കൂടാതെ യമൻ, സൂര്യൻ, രുദ്രൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാന ദൈവങ്ങൾ. ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായിരുന്നില്ല. ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. ഇത് ഏതിലാണ്? ഇത് ഋഗ്വേദിക് പീരീഡ് ആദ്യത്തെ കാലഘട്ടത്തിലാണ്. ലേറ്റർ വേദിക് പീരീഡിലാകുമ്പോഴേക്കും എന്തൊക്കെയാണ് മാറ്റം നോക്കട്ടെ. മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇക്കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിലെ ബ്രാഹ്മണന്മാരുടെ സ്ഥാനം ഉയർത്തി. യാഗസംസ്കാരം മതത്തിന്റെ മുഖ്യ കേന്ദ്രമായി. പ്രജാപതി പ്രധാന ദൈവമായി. ഇത് ലേറ്റർ വേദിക് പീരീഡിലാണ് കേട്ടോ. ലേറ്റർ വേദിക് പീരീഡിലെ പ്രധാന ദൈവം പ്രജാപതിയായിരുന്നു. വിഷ്ണു, രുദ്രൻ എന്നീ ദൈവങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നു. പുരോഹിത മേധാവിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പേജ് നമ്പർ 42 ലേറ്റർ വേദിക് പീരീഡിലും പിന്നെ നേരത്തെ പറഞ്ഞത് നേരത്തെ 37 പേജ് നമ്പർ 37 ഏർലി വേദിക് പീരീഡിൽ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന വേദകാലഘട്ടത്തിലുള്ള റിലീജിയസ് ലൈഫാണ് പേജ് നമ്പർ 37 കൊടുത്തിട്ടുള്ളത്. മറ്റത് ലാസ്റ്റ് പേജിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേദിക് ടെക്സ്റ്റുകൾ. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് വേദിക് ടെക്സ്റ്റ്. ആൾസോ ഡിസ്കസ് ദ കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദോസ് വേദിക് ടെക്സ്റ്റ്. അത് നിങ്ങൾക്കിവിടെ ഓരോന്നിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിലല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 വേദ റൈറ്റ് എ നോട്ട് ഓൺ 4 വേദാസ്. 4 വേദാസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ ബാക്കി അത് എഴുതിയാലും മതി. അത് എഴുതിയാൽ തന്നെ ഇതിൻ്റെ ആൻസറായി. വേദസംഹിതകൾ 4 ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ സൂക്തങ്ങളുടെ ശേഖരണമാണ്. പിന്നെ സാമവേദം പറഞ്ഞാൽ ഋഗ്വേദത്തിൽ നിന്നും തിരഞ്ഞെടുത്ത സ്തോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. സാമവേദത്തിന് 2 ഭാഗങ്ങളുണ്ട്. യജുർവേദം യജ്ഞങ്ങളുടെ ചടങ്ങുകൾ. ഞാനതിൽ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒത്തിരി കൂടി ഉണ്ട്. യജ്ഞങ്ങളുടെ ചടങ്ങുകളും മന്ത്രങ്ങളും അടങ്ങിയതാണ് യജുർവേദം. യജുർവേദത്തിന് 2 പാർട്സ് ഉണ്ട്. അതായത് പാഠാന്തരങ്ങളുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അഥർവവേദം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെയും ഭൂതത്രേത പിശാചുക്കളെയും അകറ്റാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും. അപ്പോൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും അടങ്ങിയതാണ് അഥർവവേദം. രോഗനിവാരണത്തിനുള്ള മന്ത്രങ്ങളും ഉൾപ്പെടുന്നത് ഏതിലാണ്? ഈ അഥർവവേദത്തിലാണ് ഉള്ളത്. പിന്നെ അതല്ലാതെ ഞാൻ വേദിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വേദിക് ടെക്സ്റ്റ് അല്ലേ. അതിലെ സാഹിത്യങ്ങളെ 3 തിരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പേജ് നമ്പർ 38 സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, കൽപ്പസൂത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വേദസംഹിതകൾ എന്ന് പറഞ്ഞാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. പിന്നെ ഋഗ്വേദം പറയുന്നത് അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പറയുന്നത് ബ്രാഹ്മണങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ. ബ്രാഹ്മണങ്ങൾ പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താന്ന് പറഞ്ഞു? ഈ പറയുന്ന മന്ത്രങ്ങളുടെയൊക്കെ എക്സ്പ്ലനേഷൻ, അതിൻ്റെയൊക്കെ റിച്വൽ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വിവരിച്ചിട്ടുള്ളതാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ബ്രാഹ്മണങ്ങൾ. ഗദ്യരൂപത്തിലാണ് ഇവ രചിക്കപ്പെട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വേദത്തിനും അതിൻ്റെതായ ബ്രാഹ്മണങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾ എന്നിട്ട് പറഞ്ഞില്ലേ, ശ്രുതി എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണങ്ങളും വേദങ്ങളും അവരുടെ ബ്രാഹ്മണങ്ങളും ചേർന്നതാണ് ശ്രുതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനം ബ്രാഹ്മണത്തിൻ്റെ ഒക്കെ അവസാന ഭാഗമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് തത്വചിന്ത, ഫിലോസഫിയാണ് ഈ ഒരു ആരണ്യകങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദാന്തം എന്ന് പറയുന്നു. 108ഓളം അവസാന ഭാഗത്തിൽ വേദാന്തം എന്ന് പറയുന്നു. വേദാന്തം എന്ന് പറയുന്നത് ഈ അരണ്യകത്തിലെ തത്വചിന്തകളുടെ സാരാംശമാണ് ഉപനിഷത്ത്. അതിൻ്റെയൊക്കെ അർത്ഥങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഉപനിഷത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ വേദാന്തം, ഉപനിഷത്തിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദങ്ങളുടെ അവസാനമായതുകൊണ്ട് ഇതിനെ വേദാന്തം എന്ന് പറയുന്നു. പിന്നെ ഇതിൽ സംഹിതകളെയും ബ്രാഹ്മണങ്ങളെയും ഒന്നിച്ച്, അതായത് വേദസംഹിതകളെയും വേദങ്ങളെയും ബ്രാഹ്മണങ്ങളെയും ഒന്നിച്ചിട്ട് പറയുന്നതാണ് ശ്രുതി എന്ന് പറയുന്നത്. വേദസാഹിത്യത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ് കൽപ്പസൂത്രങ്ങൾ. യജ്ഞക്രിയകൾ യഥാവധി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. കൽപ്പസൂത്രങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. സൗത്യസൂത്രം, ഗൃഹ്യസൂത്രം, ധർമ്മശാസ്ത്രം, സൂൽവസൂത്രം എന്നാണ്. അത്രയാണ് അതിൽ കൊടുത്തുള്ളത്. പേജ് നമ്പർ 38, 39 കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ഇതിൽ നമ്മൾ നോക്കി തന്നെയാണ്.
എക്സ്പാൻഷൻ ഓഫ് ആര്യൻ കൾച്ചർ ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡിൻ്റെ ആര്യൻ കൾച്ചർ അതിൻ്റെ അതൊക്കെ നമ്മുടെ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് ആ പേജ് നമ്പർ 39 കൊടുത്തിട്ടുണ്ട്. അതാണ് പഠിക്കേണ്ടത്. റൈറ്റ് എ നോട്ട് ഓൺ ഏർലി വേദിക് റിലീജിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതിലങ്ങനെ എന്താണ് പറയുക, ദ പ്രേയേഴ്സ് ടു ഓപ്പോസിറ്റ് പ്രൊഹിബിറ്റ് ഒരു മിനിറ്റ് കണ്ണ് കാണില്ല. ദ പ്രേയേഴ്സ് ടു പ്രൊപ്പിറ്റേറ്റ് ഗോഡ്സ് ഫോർ ഫിസിക്കൽ protection and for material gains were the main concerns of the Rigvedic gods, generally personification of different aspects of natural forces such as rain, storm, sun, etc. പ്രകൃതിയിലെ ആണ് ആരാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ നോക്കിയത്. ഇത് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും കൂടെ മാറ്റി മറിച്ച് വന്നേ ഉള്ളൂ. അത് തന്നെയാണ് കണ്ടന്റ്, അത് തന്നെയാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങൾ ഗൈഡിലുള്ള ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ്. പക്ഷേ നിങ്ങൾ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും മാറരുത്. അതിലുള്ള കാര്യങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് അതൊന്ന് ഒരു ചെറിയ നോട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. മുഴുവനും എഴുതരുത്, ചെറുതാക്കിയിട്ടൊന്ന് ഒരു ചെറിയ പോയിന്റുകളാക്കിയിട്ട് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. അതിൽ റിലീജിയസ് എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ, എക്കണോമിക് പറഞ്ഞാൽ സാമ്പത്തികപരം. അപ്പോൾ സാമ്പത്തികപരം പറഞ്ഞാൽ തൊഴിലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ് എഴുതേണ്ടത്. അത്ര മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ആ ഒരു ഗൈഡിലുള്ളത് മാത്രം തന്നെയുള്ളൂ. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇടയിൽ നിന്നെടുത്ത് ചോദിക്കുള്ളൂ. ഇതും അത് തന്നെയാണ്. ഡിസ്ക്രൈബ് ദ പോസ്റ്റ് ഓഫ് ദ ചീഫ് ഇൻ ദ അതായത് രാജാവിൻ്റെ മാറ്റാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഡിസ്ക്രൈബ് ദ പോസ്റ്റ് ഓഫ് ദ ചീഫ്, അതായത് ആ കാലഘട്ടത്തിൽ രാജ എന്നറിയപ്പെടുന്ന രാജൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം രാജാവിന് ആദ്യം അത്ര വലിയ സുപ്രീമസി അല്ലെങ്കിൽ വലിയ സൂപ്പർ പവർ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ജന വാസ് ദ ചീഫ് സോഷ്യൽ യൂണിറ്റ് ഇൻ ദ ഏർലി വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡിൽ ജന എന്നാണ് ആ ഒരു ഉയർന്ന ആ ഒരു ഇതിനെ പറയുന്നത്. ജന എന്നായിരുന്നു. ദ ചീഫ് ഓഫ് ഇറ്റ്സ് യൂണിറ്റ് വാസ് രാജൻ. അപ്പോൾ ഈ ജനയുടെ നേതാവാണ് രാജൻ എന്ന് പറയുന്നത്. ഹി വാസ് ദ പൊളിറ്റിക്കൽ ലീഡർ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ചീഫ് വാസ് ടു പ്രൊട്ടക്ട് ദ ജന ആൻഡ് കാറ്റിൽ ഫ്രം എനിമീസ്. അപ്പോൾ ഈ കാറ്റിലിനെയും ഇവിടുത്തെ ജനങ്ങളിലെ പീപ്പിൾസിനെയൊക്കെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ രാജൻ്റെ ആ കാലത്തുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ പോസ്റ്റ് ഓഫ് ദ ചീഫ് വാസ് നോട്ട് ഹെറിഡിറ്ററി. ദ ട്രൈബ് ജനറലി എലക്റ്റഡ് ഹിം. അപ്പോൾ അത് ഈ ട്രൈബ്, ആ ഗോത്രം, ഞാൻ പറഞ്ഞല്ലോ ക്ലാനുകൾ ചേർന്നിട്ട് ട്രൈബ് ആവണമെന്ന്. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുക ചെയ്യുക. അല്ലാണ്ട് അത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മളിപ്പം ഇതിലൊക്കെ പഠിച്ച മുഗളന്മാരുടെയിലൊക്കെ പഠിച്ചല്ലോ, ഇവർ കഴിഞ്ഞിട്ട് അവരുടെ മകനായി. അങ്ങനെ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ കാലത്ത്. പിന്നെ ദ സക്സഷൻ ഇൻ വൺ ഫാമിലി വാസ് നോൺ ബട്ട് ദാറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് എൽഡസ്റ്റ് സൺ ആക്യുറേറ്റ് പൊസിഷൻ. അതായത് പ്രിമോജെനിയേച്ചർ, അതായത് ദ എൽഡസ്റ്റ് സൺ ആക്വയറിങ് ദ പൊസിഷൻ, മൂത്ത മകൻ ആ ഒരു പൊസിഷൻ, അത് അങ്ങനത്തെ ഒരു സിസ്റ്റം. ദ പുരോഹിത അസിസ്റ്റഡ് ആൻഡ് അഡ്വൈസ്ഡ് ദ ചീഫ് ഓൺ വേരിയസ് മാറ്റർ. അതർ ദാൻ ദ പുരോഹിത ദർ വർ എ ലിമിറ്റഡ് നമ്പർ ഓഫ് അതർ ഒഫീഷ്യൽസ് ഹൂ അസിസ്റ്റഡ് ദ ചീഫ് ഇൻ ദ ഡേ ടു ഡേ ട്രൈബൽ അഫയേഴ്സ്. അപ്പോൾ ഈ പുരോഹിതയൊക്കെയൊന്നും അല്ലെങ്കിൽ അവർ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ദ പുരോഹിത അസിസ്റ്റഡ് ആൻഡ് അഡ്വൈസ്ഡ് ദ ചീഫ് ഓൺ വേരിയസ് മാറ്റർ. ഇപ്പോൾ പുരോഹിതന്മാർക്ക് ആരേനെ അഡ്വൈസ് ചെയ്യാനും ഉപദേശിക്കാനും എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ പിന്നെ അവരേനെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം പുരോഹിതന്മാർക്കാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ദർ വേർ എ ലിമിറ്റഡ് നമ്പർ ഓഫ് അതർ ഒഫീഷ്യൽസ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് വളരെ കുറച്ച് പേരുകൾ അടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഹു അസിസ്റ്റഡ് ദ ചീഫ് ഇൻ ദ ഡേ ടു ഡേ ട്രൈബൽ അഫയേഴ്സ്. അവരുടെ ഈ ഒരു സൊസൈറ്റിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഈ രാജൻ്റെ കീഴിലുണ്ടായിരുന്നത്. സേനാനി, കുലബ, ഗ്രാമണി എക്സെട്ര ആർ സം ഓഫ് ദ ഫങ്ഷണറീസ് വിച്ച് ഫൈൻഡ് മെൻഷൻ ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദ എന്ന് പറയുന്നത് ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഋഗ്വേദയിൽ പറയുന്നത് കേട്ടോ. ദ സേന ഓർ ആർമി വാസ് നോട്ട് എ പെർമനൻറ്റ് ഫൈറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് കൺസിഡർഡ് ദ ഏബിൾ ബ്ലഡഡ് ട്രൈബ്സ്മാൻ ഹൂ വേർ മൊബിലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ വാർസ്. അപ്പോൾ ഇവർ എന്താണ് ഈ ഒരു അവിടുത്തെ സേനാനി, കുലബ, ഗ്രാമണി എന്നൊക്കെയാണ് ഈ ഒരു ചില ഋഗ്വേദയിൽ പരാമർശിക്കുന്ന ഒഫീഷ്യൽസുകളുടെ പേരുകൾ പറയുന്നത്.
ദ സേന ഓർ ആർമി വാസ് നോട്ട് എ പെർമനൻറ്റ് ഫൈറ്റിംഗ് ഗ്രൂപ്പ്. ഈ സേന എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഈ ആർമി ആയിട്ട് അവർ എപ്പോഴും ഒരു എന്താ പറയുക, പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് ഒരു സേനയോ ആർമിയോ അവർക്ക് ഉണ്ടായിരുന്നില്ല, അതാണ് പറയുന്നത്. പിന്നെ അതങ്ങനെ മാറിക്കൊണ്ടിരുന്നിരുന്നു. നോ ഒഫീഷ്യൽ മെൻഷൻ ആസ് എ കളക്ടർ ഓഫ് ടാക്സ്. അപ്പോൾ ഇതിൽ ടാക്സ് പിരിക്കാനുള്ളതോ അങ്ങനത്തെ ഒന്നും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ദ പീപ്പിൾ ഓഫേർഡ് ടു ദ ചീഫ് വാസ് ഇറ്റ് കാൾഡ് ബെയിൽ. ഇറ്റ് വാസ് ജസ്റ്റ് വളണ്ടറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഓർഡിനറി ട്രൈബ്സ്മെൻ ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ്. അപ്പോൾ അങ്ങനെ കാര്യപ്പെട്ട ഒരു വലിയ സൂപ്രമസി അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ പവറൊന്നും ആർക്കുണ്ടായിരുന്നില്ല, ഈ രാജാവിന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റർ പീരീഡ് ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മറഞ്ഞു. ദ നേച്ചർ ഓഫ് ചീഫ്ഷിപ്പ് ചേഞ്ച് ഇൻ ദിസ് പീരീഡ്. ദ ചീഫ്ഷിപ്പ് ഹാഡ് ബിക്കം ഹെറിഡിറ്ററി. അപ്പോഴേക്കും പിന്നെ ഹെറിഡിറ്ററി ആയി മാറി, അതായത് പാരമ്പര്യമായിട്ട് മാറി. ദ ഐഡിയ ഓഫ് ദ ഡിവൈൻ നേച്ചർ ഓഫ് കിങ്ഷിപ്പ് ഗെറ്റ്സ് എ മെൻഷൻ ഇൻ ദ ലിറ്ററേച്ചർ ഇൻ ദിസ് പീരീഡ്. ദ ബ്രാഹ്മണാസ് ഹെൽപ്ഡ് ദ ചീഫ് ഇൻ ദിസ് പ്രോസസ്സ്. അപ്പോൾ പിന്നെ ബ്രാഹ്മണാസ് ആണ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ, ഈ ഒരു കിങ്ഷിപ്പിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് എന്താ പറഞ്ഞ പുരോഹിതന്മാരും അല്ലെങ്കിൽ ഒരു കുറച്ച് ഒഫീഷ്യൽസും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. ദ എലാബറേറ്റ് ഡൊണേഷൻ റിച്വൽസ് സച്ച് ആസ് വാജപേയ ആൻഡ് രാജസൂയ established the chief authority. The chiefs became more powerful. The authority of the popular assembly started waning. അപ്പോൾ ഈ സമിതികൾ, ജനകീയ സമിതികൾ നമ്മൾ പറഞ്ഞല്ലോ, സഭാ സമിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പവർ പോകാൻ തുടങ്ങി. പിന്നെ എന്തായി, ചീഫ് ഈ ഒരു രാജാവിനായിട്ട് കൂടുതൽ പവറായിട്ട് മാറാൻ തുടങ്ങി. The officers were appointed to help the chief in administration and they acquired the functions of the popular assemblies as main advisors. A rudimentary army too emerged as an important element of the political structure during this period, as all these lived in the taxes called bali, the shulkan and the bhagat offered by the people. The chiefs of this period belonged to the Kshatriya Varna and they, in league with the Brahmanas, tried to establish complete the control over the people in the name of Rama. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഭരണകൂടം കുറിച്ചിട്ട് പേജ് നമ്പർ 37 കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യ കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഏർലി വേദിക് പീരീഡിലുള്ളത് പറയുന്നത് ഗോത്രം ഭരിക്കാൻ വേണ്ടി രാജൻ, ഗണം എന്നതിന് വിസ്പതി, ഗ്രാമം ഗ്രാമണി, കുടുംബം കുലപതി എന്ന് പറഞ്ഞിട്ടാണ്. അത് കുലപ എന്നാണ് അതിൽ കൊടുത്ത കുലപതിയാണ്, അതിൽ പകുതിയെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗോത്രം എന്ന് പറയുന്നത് രാജൻ, പിന്നെ ഗണം എന്ന് പറയുന്നത് വിസ്പതി, പിന്നെ ഗ്രാമത്തിൻ്റെ ഗ്രാമണി, കുടുംബം കുലപതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമത്തലവനെയാണ് രാജൻ എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹം ഒരു സൈനിക നേതാവായിരിക്കും. പ്രദേശങ്ങൾക്ക് വേണ്ടിയല്ല, കന്നുകാലികൾക്ക് വേണ്ടിയാണ് ഗോത്രത്തലവൻ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജൻ്റെ അധികാരം അത്ര വിപുലമായിരുന്നില്ല. അക്കാലത്ത് നികുതി പിരിവ് നടന്നായി ഋഗ്വേദത്തിൽ ഒരു തെളിവുമില്ല. എന്നാൽ ഗോത്രമുഖ്യന് ജനങ്ങൾ സ്വമേധയാ ബലി എന്ന പേരിൽ ദാനങ്ങൾ നൽകിയിരുന്നു. വിപുലമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. ദൈനംദിന ഭരണത്തിൽ രാജനെ സഹായിക്കാൻ ചില പരികർമ്മികൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനി പുരോഹിതനായിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന ചില ജനകീയ സമിതികളെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അതാണ് വിധാത, സഭ, സമിതി, ഗണ എന്നിവയൊക്കെ. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ഭരണകൂടം, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതാണ്. എന്നാൽ ഇത് ഏർലി വേദിക് പീരീഡിലാണ്. ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കും അത് മാറിയിട്ട് അതിൽ രാഷ്ട്രീയ സംവിധാനം പറഞ്ഞ ഉത്തരവേദി കാലത്ത് രാഷ്ട്രീയ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇടയ സമൂഹത്തിൽ നിന്ന് കാർഷിക സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ഇതിന് കാരണം. ഗോത്രത്തിൽ അധിഷ്ഠിതമായ പഴയ രാഷ്ട്രീയ ഘടന തകരുകയും തൽസ്ഥാനത്ത് ഭൂമിശാസ്ത്രപരമായ അതിർത്തികളോടുകൂടിയ ജനപദങ്ങൾ അഥവാ രാഷ്ട്രം ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ ഗോത്രം, ജനപദം, രാഷ്ട്രം, അങ്ങനെ ജനത്തിൽ നിന്ന് മാറിയിട്ട് ജനപദമായിട്ട് മാറി ലേറ്റർ വേദിക് ആയപ്പോഴേക്കും. രാഷ്ട്രങ്ങൾ നിലവിൽ വന്നതോടെ രാജാക്കന്മാരുടെ പദവിയിലും പ്രവർത്തനത്തിലും മാറ്റം വന്നു. രാജാവ് പ്രദേശത്തിൻ്റെ സംരക്ഷകനായി മാറി. അദ്ദേഹം കന്നുകാലികളെ സംരക്ഷിക്കുന്നവൻ എന്ന നിലയിൽ നിന്നും കാർഷിക ഭൂമിയുടെ അധിപനായി തീർന്നു. കാർഷിക ഭൂമിയുടെ സംരക്ഷണത്തിന് വൈശ്യർ രാജാവിന് നികുതി കൊടുക്കണമായിരുന്നു. ഋഗ്വേദ കാലത്ത് കൊടുത്തിരുന്ന ബലി എന്ന് പറയുന്ന നികുതി ഉത്തരവൈദിക കാലത്ത് നിർബന്ധമായും കൊടുക്കേണ്ട നികുതിയായിട്ട് മാറി. ഈ നികുതി വ്യവസ്ഥ രാജാവിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. കന്നുകാലികളും ധാന്യങ്ങളുമായിരുന്നു നികുതിയായി കൊടുത്തിരുന്നത്. രാജാവിൻ്റെ അധികാരം വർദ്ധിച്ചതോടെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു.
പുരോഹിതൻ, സേനാപതി, ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ. അതാണ് ഇങ്ങനെ ഇത്രയും പേരുണ്ടായിരുന്നു. ഇതോടെ ഋഗ്വേദകാലത്തെ ജനകീയ സമിതികളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. രാജാവിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കും വലിയ പങ്കുവഹിച്ചു. രാജാക്കന്മാർ രാജസൂയം, അശ്വമേധം, വാജ്പേയം തുടങ്ങിയ യാഗങ്ങൾ സാർവത്രികമായി നടത്തി. രാജസൂയം പറഞ്ഞ രാജാവിന് പരമാധികാരം ഏൽക്കാൻ വേണ്ടി നടത്തിയ യാഗം. അശ്വമേധം പറഞ്ഞ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യാഗമാണ് അശ്വമേധം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേജ് നമ്പർ 41 ലേറ്റർ വേദിക് പീരീഡിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരാനും എങ്ങനെയൊക്കെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് അറിയാനുമാണിത്. ഇതിൽ പക്ഷേ ആൻസേഴ്സ് നോക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് വരുന്നുണ്ട് കേട്ടോ. അതാണ് വായിക്കുമ്പോൾ നല്ല പ്രശ്നം. കുറച്ച് അതിലെ എന്താ പറയുക സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ആൻസർ ഇതിൽ നോക്കുക. ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ടെങ്കിൽ അത് മറ്റേ ടെക്സ്റ്റ് ഒറിജിനൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുകയാണ് നല്ലത്. ബാക്കി ആൻസേഴ്സ് ഇതിൽ ഉണ്ട്, നിങ്ങളുടെ ഗൈഡിൽ തന്നെ ഉണ്ട്. ആ ഗൈഡിലുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ.